നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പല രാഷ്ട്ര തലവന്മാരെയും സംബന്ധിച്ച് പലപ്പോഴും അവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രചാരണങ്ങൾ വരാറുണ്ട്. പലതും വ്യാജമാകാനാണ് സാധ്യത ഉണ്ടാകാറുള്ളത്. പലപ്പോഴും പൊതുവേദികളിൽ പല രാഷ്ട്ര നേതാക്കളും പ്രത്യക്ഷപ്പെടുമ്പോൾ അവരുടെ നടത്തും, അവരുടെ ഇരുത്തം, അവരുടെ സംസാര രീതിയൊക്കെ തന്നെ വിലയിരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ അവർ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ പിടിപെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിലുള്ള രോഗചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണോ എന്നൊക്കെയുള്ള പല റിപ്പോർട്ടുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല പ്രചാരണങ്ങളും നടക്കാറുള്ളത്. ഏതായാലും ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു താൻ ഇത്രയും കാലം ഒരു രോഗത്തിൽ പെട്ടിരിക്കുകയായിരുന്നെന്നും അതിലിപ്പോൾ പൂർണ്ണമായും ചികിത്സ നേടി താൻ ആരോഗ്യവാനായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. സ്വന്തം രാജ്യം അവിടെ പോരാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ അമരത്തുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് ഇത്തരത്തിലുള്ളൊരു അസുഖമുണ്ടാവുകയും അദ്ദേഹം ചികിത്സയിലായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിനു മുമ്പും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരാറുണ്ട്. അപ്പോഴൊക്കെ തന്നെ ഇസ്രായേൽ ഭരണകൂടം അത് ഔദ്യോഗികമായി തള്ളുകയാണ് ചെയ്യാറുള്ളത്. ഇത്തവണ ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെയാണ് അതിനെക്കുറിച്ച് നേരിട്ട് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. താൻ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ ചികിത്സ തേടിയിരുന്നുവെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. തൻ്റെ വാർഷിക ആരോഗ്യ റിപ്പോർട്ടിനൊപ്പം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ദീർഘമായ ഒരു പ്രസ്താവനയിലാണ് അദ്ദേഹം ഈ വിവരം ഉൾപ്പെടുത്തിയത്. നേരത്തെ കണ്ടെത്തിയ ട്യൂമറിനുള്ള ചികിത്സ വിജയകരമായി പൂർത്തിയാക്കിയെന്നും നിലവിൽ 76-കാരനായ പ്രധാനമന്ത്രിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥികളെ ബാധിക്കുന്ന ഒന്നാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. പുരുഷന്മാരിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ക്യാൻസറുകളിൽ ഒന്നാണിത്. രക്തപരിശോധനകളും ശാരീരിക ക്ഷമതാ പരിശോധനകളും ഉൾപ്പെടെയുള്ളവയുടെ ഫലങ്ങൾ സാധാരണ നിലയിലാണെന്നും വെള്ളിയാഴ്ച പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ റിപ്പോർട്ടിലുണ്ട്. ആദ്യഘട്ടത്തിലുള്ള പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് വിജയകരമായി ചികിത്സ പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പൂർണ്ണ ആരോഗ്യവാനാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതാദ്യമായാണ് അദ്ദേഹം ക്യാൻസർ ബാധിതനായിരുന്നു എന്ന വിവരം പരസ്യമായി വെളിപ്പെടുത്തുന്നത്. നെതന്യാഹു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിന് 2024 ഡിസംബർ 29 ആദ്യ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. ഹദ്സ മെഡിക്കൽ സെന്ററിൽ വെച്ച് നടന്ന ഈ ശസ്ത്രക്രിയ വിജയകരമായിരുന്നുവെന്നും സങ്കീർണതകൾ ഒന്നും ഉണ്ടായിരുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2024 ഏപ്രിലിൽ വലത് ഇൻക്വിനർ ഹെർണിയയെ തുടർന്ന് നെതന്യാഹു ശസ്ത്രക്രിയ നടത്തിയിരുന്നു. ആ ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് എടുത്ത CT സ്കാനിൽ വികസിച്ച പ്രോസ്റ്റേറ്റ്, മൂത്രസഞ്ചിയിൽ ചെറിയ കല്ലുകൾ എന്നിവ കണ്ടെത്തിയിരുന്നു. 2024 ഏപ്രിലിൽ വലത് ഇൻക്വിനിൽ ഹെർണിയ നീക്കം ചെയ്യുന്നതിന് നെതന്യാഹു ശസ്ത്രക്രിയ നടത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. യുദ്ധസമയത്ത് തന്റെ ആരോഗ്യനിലയെ ഇറാൻ പ്രചാരണങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നത് ഒഴിവാക്കാനാണ് റിപ്പോർട്ട് പുറത്തുവിടാൻ 2 മാസം വൈകിയതെന്നും നെതന്യാഹു പറഞ്ഞു. അതായത് അത്തരത്തിലൊരു സാഹചര്യത്തിൽ അവരുടെ പ്രധാനമന്ത്രിയുടെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ അതിനെ തീർച്ചയായിട്ടും കുപ്രചാരണങ്ങൾക്കായി ശത്രു രാജ്യങ്ങൾ ഉപയോഗിക്കുമെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയാണ് ഈ റിപ്പോർട്ടുകൾ ഇത്രയും വൈകി ഇപ്പോൾ നെതന്യാഹു പുറത്തുവിടുന്നതെന്ന് അദ്ദേഹം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാനും ഇറാൻ ഇത് അവരുടെ പ്രചാരണങ്ങൾക്കായി ഉപയോഗിക്കാതിരിക്കാനുമാണ് താൻ ഇത് വൈകിപ്പിച്ചതെന്നും നെതന്യാഹു പ്രസ്താവനയിൽ വ്യക്തമാക്കി. വളരെ പ്രാരംഭഘട്ടത്തിലായിരുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസർ പൂർണ്ണമായും നീക്കം ചെയ്തതായും ഇന്ന് ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണെന്നും ശാരീരിക ക്ഷമതയുള്ള അവസ്ഥയിലാണെന്നും എനിക്ക് പറയാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്ന മാർച്ചിൽ നെതന്യാഹുവിന് പരിക്കേറ്റെന്നും അദ്ദേഹം കൊല്ലപ്പെട്ടുവെന്നും തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഇന്റർനെറ്റിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. 3 കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടുണ്ട്. ഒന്ന്, ദൈവത്തിന് നന്ദി, ഞാൻ ആരോഗ്യവാനാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ശാരീരികമായി ഞാൻ മികച്ച നിലയിലാണ്. 3, പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്നു, അത് പൂർണ്ണമായി ഭേദമായി എന്നാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ള കുറിപ്പ്. ഹദ്സ മെഡിക്കൽ സെന്ററിലെ ഷാരറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പ്രൊഫസർ അഹരോൺ പ്രൊപ്പോസറാണ് ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയത്. ആശുപത്രിയിലെ റേഡിയേഷൻ തെറാപ്പി യൂണിറ്റ് മേധാവി ഡോക്ടർ മാർക്ക് വിഗോഡ, ഇതേ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ ശ്രാഗ ഗോഡ്സ് എന്നിവരും ചികിത്സയുടെ ഭാഗമായിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു പതിവ് പരിശോധനയുടെ ഭാഗമായി ഞങ്ങൾ പരിശോധന
പരിശോധന നടത്തിയപ്പോഴാണ് അവിടെ 0.9 സെന്റിമീറ്റർ വലിപ്പമുള്ള ഒരു മുഴ കണ്ടെത്തുകയായിരുന്നു. ഇതൊരു പ്രോസ്റ്റാറ്റിക് അഡ്നോകാർസിനോമ, അതായത് പ്രോസ്റ്റാറ്റ് ക്യാൻസർ ആണെന്ന് തിരിച്ചറിയുകയായിരുന്നുവെന്നും പ്രൊഫസർ പ്രൊപ്പോവ്സർ പ്രസ്താവനയിൽ പറഞ്ഞു. നെതന്യാഹുവിനെ വിശദമായ പരിശോധനകൾക്ക് വിധേയനാക്കിയെന്നും രോഗം വളരെ പ്രാരംഭഘട്ടത്തിലാണ് കണ്ടെത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിശോധനാ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ രോഗം പൂർണ്ണമായി ഭേദമായെന്നും ഞങ്ങൾക്ക് പറയാൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചികിത്സ പൂർണ്ണ വിജയമായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. തുടർന്നുള്ള സ്കാനിങ്ങുകളിലും ലാബ് പരിശോധനകളിലും രോഗം പൂർണ്ണമായി മാറിയതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏറെ വൈകി തിരിച്ചറിയുന്ന രോഗമാണ് പ്രോസ്റ്റേറ്റ് അർബുദം. വ്യാപിക്കുന്ന വേളയാണ് പലപ്പോഴും കണ്ടെത്തുന്നത്. പുരുഷന്മാർക്ക് മൂത്രസഞ്ചിക്ക് താഴെ മൂത്രനാളി കുഴലിനെ ആവരണം ചെയ്യുന്ന 20 മുതൽ 30 ഗ്രാം വരെ ഭാരമുള്ള ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ്. പുരുഷന്മാരിൽ കൂടുതൽ കണ്ടുവരുന്ന അർബുദ ബാധകളിൽ ഒന്നാണിത്. എടുത്തു പറയാവുന്ന ലക്ഷണങ്ങളില്ല. 50 വയസ്സിന് ശേഷം പുരുഷന്മാരിൽ ഉണ്ടാകുന്ന മൂത്രതടസ്സം, മൂത്രമൊഴിക്കുമ്പോൾ ഉണ്ടാകുന്ന വേഗക്കുറവ്, കൂടെ മൂത്രമൊഴിക്കണമെന്നുള്ള തോന്നൽ, അറിയാതെ മൂത്രം പോവുക, രാത്രി ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാൻ എഴുന്നേൽക്കേണ്ടി വരിക തുടങ്ങിയവ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കുണ്ടാകുന്ന വീക്കത്തിന്റെ ലക്ഷണങ്ങളാണ്. തീവ്രമാകുമ്പോൾ നടുവേദന, കാലുവേദന തുടങ്ങിയവയും ഉണ്ടാകും. തന്റെ പ്രായത്തിലുള്ള പുരുഷന്മാരിൽ ഇത്തരം കേസുകൾ താരതമ്യേന സാധാരണമാണെന്ന് ഡോക്ടർമാർ തന്നോട് പറഞ്ഞതായിട്ടും ഇസ്രായേൽ നേതാവ് പങ്കുവച്ചിട്ടുള്ള കുറിപ്പിൽ പറയുന്നുണ്ട്. ഡോക്ടർമാർ അദ്ദേഹത്തിന് 2 ഓപ്ഷനുകൾ കൂടി നൽകി. ഉടനടി ഇടപെടാതെ നിരീക്ഷണം തുടരുക, അല്ലെങ്കിൽ ട്യൂമർ നീക്കം ചെയ്യുന്നതിനുള്ള വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയമാവുക. നെതന്യാഹുവിനെ ലക്ഷ്യം വെച്ചുള്ള ചികിത്സ തുടരാൻ തന്നെ തീരുമാനിച്ചു. ഈ പ്രക്രിയയിലൂടെ ട്യൂമർ വിജയകരമായി ഇല്ലാതാക്കിയെന്നും ഒരംശവും അവശേഷിപ്പിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾക്കിടയിലും യുദ്ധത്തിന്റെ അമരത്ത് സജീവമാകാൻ തന്നെയാണ് നെതന്യാഹുവിന്റെ തീരുമാനം. നെതന്യാഹുവിനെ 2024 പ്രോസ്റ്റേറ്റ് ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഇതുകൂടാതെ 2023 നെതന്യാഹുവിന്റെ ശരീരത്തിൽ പേസ് മേക്കറും ഘടിപ്പിച്ചിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിമാറാറുണ്ടെങ്കിലും കൃത്യമായ ചികിത്സയിലൂടെ താൻ കരുത്തുറ്റ തിരിച്ചുവരവ് നടത്തിയെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഭരണകാര്യങ്ങളിൽ സജീവമാകാനാണ് നെതന്യാഹുവിന്റെ തീരുമാനം. ഏതായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോൾ പൂർണ്ണമായും അദ്ദേഹം സുഖപ്പെട്ട് കഴിഞ്ഞു. 2 മാസമാണ് അദ്ദേഹം റിപ്പോർട്ട് പുറത്തുവിടാതെ സൂക്ഷിച്ചത്. കാരണം ഇപ്പോൾ ഇറാനുമായൊക്കെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിനിടയിൽ ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ശത്രുക്കൾ ആയുധമാക്കുമെന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ടുകൾ അതീവ രഹസ്യമായി സൂക്ഷിച്ചത്. മാത്രമല്ല, ഇസ്രായേലിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയൊക്കെ തന്നെ എപ്പോഴും സുരക്ഷാ ഭീഷണികൾ നിലനിൽക്കുന്ന സാഹചര്യമാണ്. ഇതിനിടയിലാണ് അദ്ദേഹം പൂർണ്ണമായിട്ടും ചികിത്സ നടത്തുകയും അദ്ദേഹത്തിന് ആരോഗ്യവാനായിട്ട് പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. പലപ്പോഴും അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ വരെ ഈയിടെ പ്രചരിച്ചിരുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരുന്ന വീഡിയോകളെല്ലാം തന്നെ AI ക്രിയേറ്റഡ് വീഡിയോസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടും പ്രചാരണം നടന്നിരുന്നു. ഏതായാലും അതൊന്നുമില്ല. അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ള ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്.